ഉമ്മമാരെ, നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണം എത്രയാണ്? ബാങ്ക് ലോക്കറുകളിൽ എത്രയാ? വീടിന്റെ ഷെൽഫുകളിൽ എത്രയാ? കണക്ക് നോക്കിയിട്ടുണ്ടോ? 85 ഗ്രാമിൽ അപ്പുറമുണ്ടെങ്കിൽ മുഴുവനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, മുഴുവൻ കണക്ക് കൂട്ടിയിട്ട്. അഥവാ 10.5 പവനുണ്ടെങ്കിൽ 11 പവനാണെങ്കിൽ അരപ്പവന് കൊടുത്താൽ മതിയോ എന്ന് ചില പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്. അല്ല, 11 ഉണ്ടോ 11നും കൊടുക്കണം. 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ നമ്മുടേതല്ല, അത് കൊല്ലവും കൊടുക്കണം. ഒരു കൊല്ലം കൊടുത്തില്ലേ ഉസ്താദേ, അങ്ങനെ അത് ക്ലീനായില്ലേ, ഇനിയിപ്പോൾ അതന്നെയല്ലേ പൊന്ന്, പിന്നെ അടുത്ത കൊല്ലം എന്തിനാ കൊടുക്കുന്നത്? അങ്ങനെയൊന്നും മസാല ഉണ്ടാക്കരുത്. എത്ര കാലം നിങ്ങളുടെ കൈകളിലുണ്ടോ അത് കൊടുക്കാതെ പോയാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന വേളയിൽ ആര് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൻ്റെ വിരലിലുള്ള ഒരു തരി പൊന്നുണ്ടോ, അത് സമയം വൈകിയിട്ടുണ്ട്, ശരീരം കുറച്ച് ചീർത്തിട്ടുണ്ട്, ഊരാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് കബറിലേക്ക് പോയിക്കോട്ടെ എന്ന് ഒരാളും പറയൂല കേട്ടോ. കത്രിക എടുത്തിട്ട് ഈർന്ന് മുറിച്ചിട്ടെങ്കിലും അത് കട്ട് ചെയ്തിട്ടല്ലാതെ കഫം പുടവയിൽ പൊതിയൂല. പിന്നെ എവിടേക്കായി ഉണ്ടാക്കുന്നത്? ഇത് കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ കണക്ക് കൂട്ടും ഉമ്മ പെങ്ങളെ, അവരെ നിയന്ത്രിക്കുന്ന ഭർത്താക്കളെ, ഉപ്പമാരെ, നിങ്ങളുടെ വീട്ടിലെ പൊന്നിന്റെ കണക്കെടുക്ക്, അതിന്റെ സക്കാത്ത് കൊടുക്ക്. അത് സക്കാത്തിന്റെ വിതരണവും മറ്റു കാര്യങ്ങളുമൊക്കെ സമൂഹത്തിന്റെ മുമ്പിലൊക്കെ സക്കാത്ത് സെല്ലുകളും അല്ലാത്ത സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കൊടുത്തേ പറ്റൂ. ആ രൂപത്തിലെ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഹറാമ് കലർന്നിട്ടുള്ള ആരാന്റെ മുതൽ നമ്മുടെ മുതലിൽ കൂടി കലർന്നാൽ അത് പാവങ്ങളുടെ ഹക്കാണ്, അത് മിസ്കീൻ അവകാശമാണ്. അവരുടെ അവകാശം നമ്മുടെ ഭക്ഷണത്തിൽ കൂടി കലർന്നിട്ട് അത് കൊടുത്തു വീട്ടാതെ പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാനാണ് ഭർത്താവ് പറയുന്നത്? അത് അവളതാ. അവൾ പറയാണ് ഞാനെന്ത് ചെയ്യാനാ, അത് ഇക്കാൻ്റെതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിച്ചാലി കോയാലി കളി കളിച്ചാൽ പരലോക കോടതിയിൽ രക്ഷപ്പെടൂല. ആരാണോ മുതലിന്റെ ഉടമ, ആരാണോ പൊന്നിന്റെ മാലിക്ക്, ആർക്കാണതിന്റെ ഓണർഷിപ്പ് ഉള്ളത്, അയാൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാതിരുന്നാൽ പരലോക കോടതിയിൽ ഇതൊക്കെ നല്ല പ്ലേറ്റ് ലോഹത്തകിടുകളാക്കിക്കൊണ്ട് ചൂട് വെച്ചിട്ട് നമ്മുടെ മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലും മുതുകിലുമൊക്കെ അതുകൊണ്ട് പൊള്ളിക്കുന്നു. അയൺ ബോക്സിൽ ഇസ്തിരി ഇടുമ്പോ അറിയാതെ എങ്ങാനും ഒരു ചെറുവിരലെങ്ങാനും അയൺ ബോക്സിൽ അങ്ങ് തട്ടിയാൽ എത്ര നീറ്റലാ ഉമ്മാ പെങ്ങളെ നമ്മൾ അനുഭവിക്കുന്നത്. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നരകത്തി സഹിക്കാനാകുമോ? പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കൂട്ടിവെക്കുന്നത്? നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും ഖബറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങളുടെ പെൺമക്കള്, പിന്നെ നിങ്ങളുടെ ആൺമക്കള്, ഉമ്മ മരിച്ചില്ലേ, പൊന്നവിടെ അവര് തർക്കമായി. അത് ഓഹരി വെക്കുമ്പോ ആണിന് കിട്ടും പോലെ പെണ്ണിനും വേണമെന്ന് ചിലപ്പോൾ പെങ്ങന്മാര് വാശി പിടിക്കുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ തർക്കങ്ങളാണ്. ആർക്ക് വേണ്ടിയായി കൂട്ടിവെച്ചത്? നിങ്ങളുമായി പോയി. ശരിക്കോർത്തോളിൻ. ഇന്ന് പോയിട്ട് ആലോചിക്ക്, എൻ്റെ കയ്യിലുള്ള സ്വർണത്തിനൊക്കെ ഇതേവരെ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ കണക്ക് തീർത്ത് കൊടുത്തിട്ട് അല്ലാ വൈകിപ്പോയതിന് അസ്തഗ്ഫിറുല്ലാഹ്, അതല്ലാത്ത നിലക്ക് രക്ഷപ്പെടാനാകൂല. കാരണം ഇസ്ലാം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ കുറെ പൊന്നു വാങ്ങിയിട്ടത് വെച്ചല്ലേ, എവിടുന്ന് കിട്ടി? അത് ബാപ്പ തന്നതാണ്, ബാപ്പൻ്റെതാണ്. ആരാ കൊടുക്കേണ്ടത്? ബാപ്പയാണോ? എന്നാ ബാപ്പ കൊടുക്ക്. ആരാണോ ഉടമ അവര് കൊടുക്ക്. അങ്ങനെ സ്ത്രീധനം എന്ന പേരിൽ സ്ത്രീധനമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പൊന്നുകൾ ചോദിച്ചു വാങ്ങി. നേർക്കുനേരെ ചോദിച്ചു വാങ്ങുന്നവര്, അത്തരത്തിൽ നേർക്കുനേരെ ചോദിച്ചു വാങ്ങുന്ന കള്ളന്മാര്, അതിനല്ലാത്ത വേറെ ചില സൂചനകളിലൂടെ പറഞ്ഞിട്ട് അനിയത്തിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇക്കാക്കാക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പറയുമ്പോ അതിന് വേണ്ടിയുള്ള സൂചനകളിലൂടെ അങ്ങനെ സ്ത്രീധനം വാങ്ങുന്ന, ആ വിധത്തിലുള്ള സ്ത്രീധനം വാങ്ങിയിട്ട് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ടോ? അങ്ങനെ സ്ത്രീധനമായിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുത്തോ? ഡിമാൻഡായിക്കൊണ്ട് വാങ്ങുന്നത് എന്തും സ്ത്രീധനമാണെന്ന് മനസ്സിലാക്കിക്കോ.